Mamma's dishwash liquid. Soft on hands. പാലക്കാട്ട് SP-യുടെ നേതൃത്വത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ പി ഹണ്ട് എന്നുള്ളതാണ്. എന്താണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളുടെ, അതായത് ചെറിയ ചെറിയ കുട്ടികളുടെ സെക്സ് ക്ലിപ്പുകൾ അഥവാ അവരുടെ നഗ്ന ചിത്രങ്ങൾ, അശ്ലീല വീഡിയോകൾ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താനും ഇത്തരം വീഡിയോകൾ കാണുന്നവരെയും ഇത്തരം വീഡിയോകൾ കൈവശം വെക്കുന്നവരെയും പൊക്കിയെടുത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അങ്ങനെ ആ ഓപ്പറേഷനുമായി അധികാരികൾ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് ആളുകളെ പിടികൂടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരാളെ ഈ അധികാരികൾ പിടികൂടി. അത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPയുടെ ആലത്തൂരിലെ IT സെൽ കോർഡിനേറ്റർ ആയിട്ടുള്ള അശ്വിൻ മുരളിയെയാണ്. അശ്വിൻ മുരളി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ, ചെറിയ ചെറിയ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ, അതായത് സെക്സ് ക്ലിപ്പുകൾ നവമാധ്യമങ്ങളിലൂടെ, അതായത് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെച്ച് പലരിലേക്കും എത്തിച്ചു കൊടുക്കുകയും ഇത്തരം ദൃശ്യങ്ങളും ചിത്രങ്ങളും സ്വന്തം കൈവശം ശേഖരിച്ചു വെക്കുകയും ഇത് നിരന്തരം കാണുകയും അതുപോലെ തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര സൂക്കേടിൻ്റെ ആളാണ് ഈ അശ്വിൻ മുരളി. അശ്വിൻ മുരളിയെ പാലക്കാട്ട് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിക്കുക, കുട്ടികളുടെ സെക്സ് വീഡിയോകൾ കാണുന്ന നരഭോജിയായ സംഘി. ഇവനൊക്കെയാണ് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന BJPയുടെ മുദ്രാവാക്യത്തിനെ ഏറ്റുപിടിച്ചിട്ട് രാജ്യസ്നേഹത്തിൻ്റെ കഥ പറയുന്നത്. സ്വന്തം വീട്ടിൽ പോലും ഇവനെ കയറ്റാൻ കൊള്ളത്തില്ല. കാരണം കുട്ടികളോട് കാമം തോന്നുന്നവൻ, കുട്ടികളോട് സെക്ഷലി ഇംപ്രഷൻ തോന്നുന്ന ആളുകളൊക്കെ അപകടകാരികളാണ്. അവരെ ഒന്നും സമൂഹത്തിൽ വെച്ചു പുലർത്താൻ സാധിക്കില്ല. നിങ്ങളൊന്ന് നോക്കുക, ഈ അടുത്തു വന്ന വാർത്താ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്താണ്? ഇത്തരം പീഡനങ്ങളിൽ രാഷ്ട്രീയക്കാരൻ പെടുന്നുണ്ടെങ്കിൽ അത് BJPക്കാരനായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എവിടെയെങ്കിലും ഒരു പീഡനം ഉത്തരേന്ത്യയിൽ നടന്നു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഒരു BJPക്കാരൻ ഉണ്ടാകും. അങ്ങനെ വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ഈ രാജ്യത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് മോദിക്ക് വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നരഭോജികളാണ് നമ്മുടെ നാടിന് നന്മ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, കുട്ടികളുടെ ദൃശ്യവും കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും പ്രചരിപ്പിക്കുന്ന ഇവനെപ്പോലെയുള്ള ആളുകൾക്കിടയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കരുത്. BJPയുടെ IT സെല്ലിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. മമ്മാസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉള്ളപ്പോ കുറച്ച് ചാടയൊക്കെ ആവാടോ. Mamma's dishwash liquid. Soft on hands.